Hi, I'm Marita. Welcome back to Candlelights. In everyday English, idioms, proverbs, and expressions are really important. We use these liberally both in written and spoken English. Learning and using idioms in language is really fun. But I need to say, idioms do not always make sense. ഈ പറയുന്ന വാക്കുകൾ ആ സെയിം അർത്ഥം ആയിരിക്കില്ല അതൊരു ഇഡിയമായിട്ട് നമ്മളൊരു സെൻറ്റൻസിൽ ഉപയോഗിക്കുമ്പോൾ. ഫോർ ഇൻസ്റ്റൻസ് മൈ ഫേവറേറ്റ് വൺ ഈസ് ബ്രേക്ക് എ ലെഗ്. വെൻ സംബഡി സേസ് ബ്രേക്ക് എ ലെഗ് ഹി ഡസൻറ്റ് മീൻ ദാറ്റ് ഗോ ആൻഡ് ബ്രേക്ക് സംബഡീസ് ലെഗ്. നോ, ഹി മീൻസ് ദാറ്റ് or he's trying to wish you good luck. And there is another one. This particular one is Troller's favorite one, kicks the bucket. If somebody says Ravi kicked the bucket, he means that Ravi has died. What I'm trying to say that before using idioms, you need to familiarize with the meaning and usage of each idioms. Earlier I was including 1 or 2 idioms in my grammar videos, but it makes the video much lengthier. So I thought it is better to make separate videos. So today in this video, we are going to discuss about idioms. Without any further delay, let's get started. So today in this video, we are going to discuss about the idiom a blessing in disguise. So do you have any idea what this idiom means? Well, blessing means a good thing. And disguise means fancy dress. So, a good thing in fancy dress. Is that right? Almost. So a blessing in disguise means a good thing. Firstly, it seemed to be a bad thing or unlucky. But later on, it turns to be something good. Yeah. സോ ആദ്യം നമുക്ക് ഒരു അൺലക്കി ആയിട്ടും മിസ്ഫോർച്യൂൺ ആയിട്ട് തോന്നുന്ന ഒരു കാര്യം പിന്നീട് അത് ഒരു നമ്മുടെ ലൈഫിൽ തന്നെ നല്ല ഒരു കാര്യമായിട്ട് ഒരു പോസിറ്റീവ് ഔട്ട്കം അതിൽ നിന്ന് റിസൾട്ട് ചെയ്യാം. സോ അതാണ് ഈ എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറയുന്നത്. സോ ലെറ്റ് സീ സം എക്സാമ്പിൾസ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ കൊറോണ പീരീഡ് തന്നെ എടുത്തു നോക്കാം. ധാരാളം വിഷമങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അതിലും കുറച്ച് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നില്ലേ? അതായത് ഫാമിലിയോടൊപ്പം സമയം ചെലവഴിക്കാൻ ലോക്ക്ഡൗൺ ആയതിനു ശേഷം നമുക്ക് കുറച്ച് ഫാമിലി ടൈം, അതായത് ഭയങ്കര ബിസി ആയിട്ട് ഫാമിലിയിലൊന്നും അധികം സമയം സ്പെൻഡ് ചെയ്യാൻ കഴിയാതിരുന്ന ആളുകൾ തമ്മിൽ കൂടുതൽ ഒരു റിലേഷൻഷിപ്പ് ഒന്ന് റിഫ്രഷ് ചെയ്യാനായിട്ട് പറ്റി. അതേപോലെ കൂടുതൽ ജങ്ക് ഫുഡൊക്കെ ഒഴിവാക്കി നമ്മുടെ നമുക്ക് കുട്ടികൾക്ക് കുറച്ചുകൂടി നല്ല ഫുഡൊക്കെ ഈ ജങ്ക് ഫുഡ് ഒഴിവാക്കിയിട്ട് ഹെൽത്തി ഫുഡ് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി. നമ്മുടെ അതിൽ വളരെ സന്തോഷമുള്ളൊരു കാര്യം ഈ അടുക്കളത്തോട്ടം എന്നൊരു ഒരു ആവശ്യകത നമ്മൾ കൂടുതൽ മനസ്സിലാക്കി. ഇപ്പോൾ തന്നെ എത്രയോ അധികം പേരാണ് ഈ അടുക്കളത്തോട്ടം അതൊരു ആവശ്യമായി മനസ്സിലാക്കി എത്ര പേര് തുടങ്ങി വെച്ചിരിക്കുന്നു. ഇനി വേറെ ഒരു കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ബിസി ലൈഫിൽ നമ്മൾ കുറേ വേണ്ടെന്ന് മാറ്റി വെച്ച കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ ഹോബീസ്, നമ്മൾ കുറേ പാഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മളൊന്ന് റീസ്റ്റാർട്ട് ചെയ്തു. നമ്മളെ തന്നെ ഒന്ന് വൃത്തിയാക്കുക, അല്ലെങ്കിൽ ഒരു നല്ല ലൈഫ് സ്റ്റൈല് എന്തൊക്കെയോ ഇങ്ങനെ പുതിയത് നമ്മുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദിസ് COVID-19 പാൻഡമിക് എഫക്റ്റ് ഈസ് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്ഡ് വിച്ച് ഹെൽപ്ഡ് us to refresh our relationship, family relationship. അപ്പോൾ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം അല്ലേ? ഓക്കെ. The accident was a blessing in disguise for Rani as her doctor has prescribed rest for a period of 3 months. Let's see another example. It is better to accept everything as a blessing in disguise as it helps us to overcome all the crises that comes on our way. അപ്പോൾ ഈ ഒരു ഇഡിയത്തിൻ്റെ, അതായത് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്നുള്ള ഈ ഇഡിയത്തിൻ്റെ മീനിങ് അതേപോലെ അതിൻ്റെ യൂസേജ് മനസ്സിലായിട്ടുണ്ട് അല്ലേ?
ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ പ്ലീസ് ലെറ്റ് us know by giving us a thumbs up. And please subscribe, share, and don't forget to hit the bell icon for further notification. Thanks for watching. Stay tuned. Bye.